എല്ലാവരും പേര് ലഭിക്കാൻ വേണ്ടിയാകാൻ പാടില്ല. വലിയൊരു പ്രശസ്തി കിട്ടണമെന്നുള്ളതായ ആഗ്രഹത്തോടു കൂടെയാകാനും പാടില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, പഴയ കാലത്തുള്ള പൂർവികന്മാർക്കുള്ളതായ നിസ്കാരങ്ങളും നമ്മളുടെ നിസ്കാരങ്ങളും ചേർത്ത് വെക്കുന്നതായ സമയത്ത് രാത്രിയും പകലും പോലെ വ്യത്യാസങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നെ കാരണം എന്നറിയുമോ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവരെ തന്റെ വീട്ടിൽ ഇങ്ങനെ നിസ്കാരം നിർവഹിക്കുകയായിരുന്നു. ആ നിസ്കാരം നിർവഹിക്കുന്ന സമയത്താണ് വീടിന്റെ മുകൾ ഭാഗത്ത് നിന്ന് വലിയൊരു സർപ്പം താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആ സർപ്പം താഴോട്ട് ഇറങ്ങി വന്നു എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ടവരെ നിസ്കാരത്തിലാണ്. അതേ സമയത്ത് വീട്ടിൽ കളിച്ചു കൊണ്ടിരിക്കുന്നതായ ചെറിയൊരു കുഞ്ഞുമോൻ, ആ കുഞ്ഞുമോന്റെ ശരീരത്തിലേക്ക് ഈ പാമ്പ് വന്നുകൊണ്ട് ഇങ്ങനെ ചുറ്റി കളിക്കുകയാണ്. വീട്ടിലുള്ളതായ സ്ത്രീകൾ അട്ടഹസിക്കുകയാണ്, ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുകയാണ്, ബഹളങ്ങൾ സൃഷ്ടിക്കുകയാണ്. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ നിന്ന് അനങ്ങിയില്ല. ഈ സ്ത്രീകളുടെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് അയൽവക്കത്ത് താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഓടി വരികയാണ്. ഓടി വന്നു എന്ന് മാത്രമല്ല, ആ കുഞ്ഞു ശരീരത്തിലുള്ളതായ പാമ്പിനെ മാറ്റി നിർത്തുകയോ അതേ കുഞ്ഞിനെ വേർതിരിച്ചുകൊണ്ട് ആ പാമ്പിനെ തച്ച് കൊല്ലുകയും ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നോക്കുന്നതായ സമയത്ത് വീടിന്റെ മുറ്റത്ത് ഒരുപാട് ജനങ്ങൾ തിങ്ങി നിറയുന്നതായി കാണുകയാണ്. വീട്ടുകാരോട് ചോദിക്കുകയാണ്, എന്താണ് സംഭവം? അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർക്ക് ഈ വിവരമെല്ലാം അറിയാൻ കഴിയുന്നത്. അവര് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഏതൊരു സംഭവം അവിടെ സംഭവിച്ചു കഴിഞ്ഞാലും അവരൊന്നും മനസ്സിലാക്കുന്നില്ല. നിസ്കാരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അല്ലാഹുവുമായുള്ളതായ അചഞ്ചലമായ ആ ഒരു ബന്ധത്തോടു കൂടെയാണ് അവരുടെ ആരാധനാ കർമ്മങ്ങളെ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളുടെ വീട്ടിൽ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് ഇതുപോലത്തതായ ഒരു സംഭവം നടന്നാൽ നമ്മളുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. കേട്ടിട്ടില്ലേ നിങ്ങളെ? ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ നിസ്കാരത്തിൽ അതാ ഫാത്തിഹ ഓതിയതിനു ശേഷം സൂറത്ത് തുടങ്ങുകയാണ്. അപ്പോഴാണ് തന്റെ ശരീരത്തിലേക്ക് വന്നുകൊണ്ട് ഒരു കടന്തൽ വന്നുകൊണ്ട് കൊത്തുകയാണ്. ബഹുമാനപ്പെട്ടവർ നിസ്കാരത്തിൽ നിന്ന് അനങ്ങിയില്ല, പല തവണങ്ങളായി കൊത്തുകയാണ്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കൂടെയുള്ളതായ സുഹൃത്തിനോട് പറയുകയാണ്, എനിക്ക് നിസ്കാരത്തിൽ എന്തോ ഒരു വേദന അനുഭവിച്ചിരിക്കുകയാണ്, ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലെ 16 സ്ഥലങ്ങളിലാണ് കടന്തൽ കുത്തിയതായ രംഗങ്ങൾ കാണാൻ കഴിഞ്ഞത്. അവിടുന്ന് സുഹൃത്ത് ചോദിച്ചു, നിങ്ങളെന്തേ നിസ്കാരത്തിൽ നിന്ന് ഒഴിവാകാത്തത്? അപ്പോഴാണ് അവനെന്ന് പറഞ്ഞത്, ഞാനൊരു ഫാത്തിഹത്തെ സൂറത്ത് തുടങ്ങിപ്പോയി. ആ സൂറത്ത് അല്പം ദീർഘമുള്ളതായിരുന്നു. ആ സൂറത്തിന് ഞാൻ പൂർത്തിയാക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ നിസ്കാരത്തിൽ നിന്ന് ഒഴിവായിട്ടില്ല. ഈ രീതിയിലായിരുന്നു മഹാന്മാർക്കുള്ളതായ ആരാധനാ കർമ്മങ്ങളെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളുടെ നിസ്കാരത്തിൽ നമ്മളുടെ ശരീരത്തിലേക്ക് അതാ ഒരു കൊതുക് വന്നുകൊണ്ട് കടിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തിരിച്ചടിക്കുകയാണ്. അത്രത്തോളം പതിച്ചു പോയ ബലഹീനതയുള്ളതായ ഒരു ഈമാനിക ശക്തിയാണ് നമ്മൾക്കുള്ളത്. എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, കേട്ടിട്ടില്ലേ നിങ്ങൾ? ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട നാലാമത്തെ ഖലീഫയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യുദ്ധരണാങ്കണത്തിൽ വെച്ചുകൊണ്ട് തന്റെ കാലിലേക്ക് ഒരു അമ്പ് തറച്ചപ്പോൾ വേദന സഹിക്കാൻ കഴിയുന്നില്ല, അതിനെ പറിച്ചെടുക്കാൻ കഴിയുന്നില്ല. കൂടിയുള്ളതായ സുഹൃത്തിനോട് പറയുകയാണ്, അല്ലാഹുവിന് വേണ്ടി ഞാൻ 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കുകയാണ്. ആ സമയത്ത് നിങ്ങളതാ എന്റെ കാലിൽ തറച്ചിരിക്കുന്നതായ അമ്പിനെ പറിച്ചെടുക്കണമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്.
അങ്ങനതാ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കൂടിയുള്ള സ്വഹാബികളതാ ബഹുമാനപ്പെട്ടവരുടെ കാലിൽ നിന്ന് അമ്പിനെ പറിച്ചെടുക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചോദിക്കുകയാണ്, എന്തേ നിങ്ങളുടെ അമ്പിനെ പറിച്ചെടുക്കാത്തത്? ആ വേദന പോലും അവർക്ക് അറിയുമായിരുന്നില്ല. അത്രത്തോളം ഭയഭക്തിയോട് കൂടെയുള്ളതായ ആരാധനാ കർമ്മങ്ങളായിരുന്നു മഹാന്മാര് നിർവഹിച്ചിരിക്കുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ അധ്വാനിച്ചുകൊണ്ട് നിസ്കരിക്കുന്നതായ നിസ്കാരങ്ങളെ നമ്മുടെ അതിരാവിലെ സുബഹി മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങളില്ലാതെ ഭക്ഷണങ്ങളില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് നോക്കുന്നതായ നോമ്പ്, ഇത് സ്ഥാനമാനങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപങ്ങളിലേക്കോ അല്ലാഹു നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും. രാജാവായ റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ വാക്കുകളെ ഞാൻ ചൊല്ലിക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെടുന്നതായ റമദാൻ മാസത്തിന്റെ രണ്ടാമത്തെ പത്തിലാണ് നമ്മളുള്ളത്. ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കേണ്ടതായ സമയമാണ്. പാപമോചനങ്ങൾ തേടേണ്ടതായ സമയമാണ്. ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിൽ ഒരൊറ്റൊരു തെറ്റുകുറ്റങ്ങളും ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും ഓരോ ദിവസത്തിലെ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്. അതുകൊണ്ട് തന്നെ വരുന്നതായ ഓരോ ദിവസങ്ങളിൽ ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്നേ വരെയും ജീവിച്ചു വന്നിരിക്കുന്ന കോടാനുകോടി ജനങ്ങൾ മരണപ്പെട്ടുപോയി. ഇന്ന് ജനിച്ചു വരുന്ന ഓരോ കുഞ്ഞുമക്കളും മരിക്കാനുള്ളവരാണ്. മരണമില്ലാത്ത മനുഷ്യനില്ല. ആ മരണം കടന്നു വരുന്നതിന് മുമ്പേ ആഖിറത്തിലേക്ക് എന്തെങ്കിലും നമ്മൾക്ക് ഒരുക്കി വെക്കാൻ കഴിയണം. അതിനുള്ള നല്ലൊരു അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സ് നീ സ്വീകരിക്കണം റഹ്മാനേ. ഇതുവരെ നിസ്കരിച്ചതായ നിസ്കാരങ്ങളും അനുഷ്ഠിച്ചതായ നോമ്പുകളും ഓതിയിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ നീ സ്വീകരിക്കണം റഹ്മാനേ. ചെയ്തിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ മുഴുവൻ ദോഷങ്ങൾക്ക് മാപ്പ് നൽകണം റഹ്മാനേ. ഹൃദയം ശുദ്ധീകരിക്കണം റഹ്മാനേ. മരണപ്പെട്ടു പോയവരുടെ ഖബറിന്റെ ജീവിതം സന്തോഷത്തിലാക്കണം റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.